ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ ഇതേ റോസാപ്പൂവിൽ 2 പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴ ആയത് കാരണം പൂവൊന്നും നല്ല രീതിയിൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇനി നമുക്ക് ഈ ചെടിയൊക്കെ ഒന്ന് നല്ലോണം പരിചരിച്ച് കൊണ്ടുവരണം. വളമൊക്കെ ഇട്ട് കൊടുക്കണം. മുട്ടത്തോടും ചായ ചെണ്ടിയൊക്കെയാണ് നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഒരു റോസാ ചെടിയുണ്ട്. ഈ ചെടിയിൽ ഇപ്പോൾ മുട്ടൊന്നും ഇട്ടിട്ടില്ല. ഇനി ആയിരിക്കും. ഇതിനും നമുക്ക് വളമിട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ഇത് കാശ്മീരി റോസാണെന്നാണ് തോന്നുന്നത്. ഇതൊരു ചുവപ്പ് കളറാണ്. ഇതിൽ 2 പൂവുണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ പൂവുണ്ടാകുന്ന മരങ്ങളായിരുന്നു. ഇപ്പം മഴ കാരണം നമ്മൾ ഇതിനെ കെയർ ചെയ്യലൊക്കെ കുറവാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലോണം പൂവുണ്ടാവും. ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ഇതാ നല്ല കളറ്, നല്ല റെഡ് ചെമ്പരത്തിയാണ്. എന്തൊരു ഭംഗിയാണല്ലോ ഇത് കാണാൻ. ഇതിലിപ്പോൾ ഒരു പൂവേ ഉള്ളൂ. ഇതിൽ നിറയെ പൂവുണ്ടാകുന്നതിനാണ്. നല്ല ഇപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ ഇലയൊക്കെ നല്ല വൃത്തിക്ക് ആയി വന്നിട്ടുണ്ട്. ഇല എടുത്ത് നമുക്ക് തലയിൽ തെക്കാനുള്ള താളിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് കോളാമ്പി ചെടിയാണ്. ഇതിലും നിറയെ പൂവുണ്ടായിരുന്നു. പിന്നെ ഇത് കാട് പോലെ ആയിട്ട് ഇത് നല്ല വൃത്തിക്ക് വെട്ടി കൊടുത്തതാണ്. അതാണിപ്പം പൂവില്ലാത്തത്. അല്ലാണ്ട് ഇതിൽ മുഴുവൻ ഇലയേക്കാളും പൂവുണ്ടാവും. അത്രയും പൂവുണ്ടാകുന്നൊരു ചെടി തന്നെയാണത്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു ചെടിയാണ്. പിന്നെ ഇവിടെ 10 മണിപ്പൂവുണ്ട്. ഇത് വെള്ള 10 മണിപ്പൂവുണ്ട്. പിന്നെ ഇതൊരു ചെടി. ഈ ചെടിയിലിപ്പോൾ ഒരു പൂവുണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പൂവുണ്ടാകുന്ന ചെടിയല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിലിങ്ങനെ കുറേ നല്ല മൂത്ത ചെടിയാണ്. അതായിരിക്കും ഇതിലൊരു പൂ പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ 10 മണിപ്പൂവാണ്. ഇതും മഴയത്ത് അതിജീവിച്ച് വന്ന ഒരു ചെടി തന്നെയാണ്. മഴയത്ത് 10 മണിപ്പൂവൊക്കെ നശിച്ചു പോവാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ പിടിച്ച് നിന്നു. പിന്നെ ഇതൊക്കെ വേറെ ചെടികളാണ്. ഇതിലൊന്നും പൂവുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഈ ചെടിയും. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെടി കളക്ഷൻസ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇവിടെ മുള്ളൻ പന്നിയുടെ ശല്യമുണ്ട്. അതുകൊണ്ടിട്ട് പിന്നെ മിക്ക ചെടിയും പോയി മുള്ളനിങ്ങനെ കടിച്ചിട്ടേക്കും, മുറിച്ചിട്ടേക്കും. അങ്ങനെ എല്ലാ ചെടിയും നശിച്ചു പോയതാണ്. ഇപ്പോൾ ഇത്ര ചെടിയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു മൈലാഞ്ചിയുടെ മരമാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നു. ഇവിടെ ഈ മണ്ണിൽ നല്ലോണം മൈലാഞ്ചി ചെടി പിടിച്ച് കിട്ടും. നല്ല രീതിയിൽ തന്നെ ഇലയൊക്കെ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുകയാണ്. അവർ കളിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.